രാവിലെ രാവിലെ കഥ തുറന്ന് ഇറങ്ങിയത് മാത്രം അറിയാം. ഒരു കുരുവില്ലായിരുന്നു സത്യം പറഞ്ഞു. അപ്പോൾ എനിക്കും അപ്പോഴിട്ട് തുടങ്ങിയത് തലവേദനയും. എന്തൊരു അതാ മഞ്ഞിൻ്റെ ആയിരിക്കും. ഇന്നലെ അയ്യോ എന്നും ഇറങ്ങണ തന്നെ ദേഹമൊക്കെ എന്തൊരു വേദന. അതൊക്കെ പോട്ടെ. ഇന്ന് ഞാൻ ഒരു കാര്യത്തിനായിട്ട് പോയി. നിങ്ങൾ കണ്ടല്ലോ. സത്യം പറഞ്ഞ ഇത് എങ്ങനെ കയറിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഡ്രസ്സ് ഞാൻ നോക്കിയിട്ട് വേറെ ഒന്നും കണ്ടില്ല. ഇത് എങ്ങനെ കയറിയതാണ് എൻ്റെ അടുത്ത് സാർ ചോദിക്കുന്നത്. ഇത് അല്ല അതങ്ങനെയാണ്. ഇറുക്കം കണ്ടോ ഇവിടെയൊക്കെ ഇറുക്കം കണ്ടോ. പക്ഷെ ഇതെങ്ങനെ ചെറുതെന്ന് പറഞ്ഞ് കയറിയത് അറിഞ്ഞൂടാ. അങ്ങനെ ഞാൻ വിഴിഞ്ഞ ആശുപത്രിയിൽ പോയി. അവിടെ നിന്ന് എളുപ്പമായിരുന്നു. വിഴിഞ്ഞ ആശുപത്രി പോയി. പിന്നീട് കണ്ട എൻ്റെ ആണോ പെണ്ണെന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരിയാണ് കേട്ടോ. ഇവിടെ കാണാമോ ഇതായിരിക്കുന്നു കേട്ടാ. എൻ്റെ കൂട്ടുകാരെന്ന് എനിക്കറിയില്ല. പിന്നെ അങ്ങനെ ഭയങ്കര തൊണ്ടായന. അയ്യോ ഇതിനെ കൊണ്ടല്ലേ പോയത്. അതാണ് ഇതിനെയൊക്കെ കൊണ്ടുപോയതാണ്. ഇത് വേറില്ല. ഈ ഇരട്ടി ഇതാണ് ഈ പിള്ളേരെ കൊണ്ടുപോയാലേ. അങ്ങനെ എപ്പോഴും വരാറിയാവോ. അയ്യോ എല്ലാം സഹിക്കുക. തലക്കന ഭയങ്കര തലക്കന. അപ്പം അത് എവിടെ കിട്ടും. ഞങ്ങൾ വിഴിഞ്ഞ ആശുപത്രിയിൽ പോയി. വിഴിഞ്ഞ ആശുപത്രിയിലൊക്കെ പോയി. പിന്നീട് കഴിഞ്ഞിട്ട് വേറെ അടുത്ത് എനിക്ക് അങ്ങോട്ട് വന്നപ്പോൾ പോകണമെന്ന് തോന്നിയാണ് ഞാൻ പോയത്. പക്ഷെ പോയത് വെറുതെ ആയില്ല കേട്ടാ. എന്തോ എനിക്ക് എന്തായാലും നീ അങ്ങോട്ട് പോയിട്ട് പോകാമെന്ന് എനിക്ക് തോന്നിക്കൊണ്ടാണ് ഞാൻ പോയത്. എന്തായാലും അവിടെ നിന്ന് ഇത് കഴിച്ച് വേറെ കഴിച്ച് അങ്ങനെ കുറച്ച് കാര്യമൊക്കെ ആയി. അങ്ങനെ ഹാപ്പി ആയിട്ട് വന്നു. പിന്നെ എനിക്കിനി ഇതും മാറ്റണം കേട്ടോ. ഭയങ്കര തൊണ്ട എല്ലാം സഹിക്കും. എനിക്ക് ഭയങ്കര ദേഹവേദന. അതെല്ലാം ഒരു സൈഡിൽ ഇരിക്കും. അത് വേറെ കാര്യം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം എനിക്കൊരു ഒരിത്തിരി വെള്ളം കുടിക്കണമെന്ന് വെച്ചാൽ ഞാൻ തന്നെ ഇട്ട് കുടിക്കണം. മറ്റത് അതുകൊണ്ട് ഞാൻ പറയണം നമ്മൾ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ഇപ്പം പെണ്ണായാലും ആണായാലും മനസ്സിലായില്ലേ. നമ്മൾ ഈ ഇതായിട്ടൊക്കെ നിൽക്കില്ലേ. ഇപ്പം നമ്മൾ ഇപ്പോൾ ചിലർക്ക് ഭയങ്കര അഹംഭാവമാണ്. അതില്ലെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞു. എന്ന് വെച്ചാൽ അവരുടെ ഫാമിലിയിൽ വേറെ വിഷയങ്ങളൊന്നും കാണൂല. പക്ഷെ ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ അച്ഛനും അമ്മയൊക്കെ സന്തോഷമായിട്ടിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരും കെട്ടിച്ചുകൊണ്ട്. ചിലപ്പോൾ ഈശ്വരൻ്റെ വിധിയാണോ അതോ ഏതെങ്കിലും വ്യക്തികളുണ്ടാക്കുന്ന വിഷയമാണോ എന്നറിയില്ല. അങ്ങനെ ചിലവർക്ക് മരിച്ചു നിൽക്കേണ്ടവരുത്. ചിലവർക്ക് എന്തെങ്കിലും ചെറിയൊരു വിഷയം, എപ്പോഴും പിണക്കോ വഴക്കോ ഇതൊക്കെ കാണും. ചെറിയൊരു വിഷയത്തിൽ അകന്ന് നിൽക്കേണ്ട. ചിലയിടത്താണെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് എന്തെങ്കിലും അസുഖം വന്ന് അങ്ങനെ ഓരോരോ വിഷയമാണ്. പക്ഷേ ഇതില്ലാത്ത ചില വ്യക്തിയുണ്ട്. അവർക്ക് ഭയങ്കര അഹംഭാവമാണ്. പക്ഷേ ഞാൻ കൂടുതലൊന്നും പറയില്ല. അത് നിങ്ങൾക്ക് കിട്ടിയ ഭാഗ്യം. നിങ്ങളത് ദൈവമേ ഞങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ അതാണ് ചിന്തിക്കുക. മനസ്സിലായോ. അങ്ങനെ കൂടുതൽ അഹംഭാവമുള്ള ആൾക്കാരാണ് കൂടുതൽ. നിങ്ങൾക്ക് അങ്ങനെ കിട്ടി അത് നിങ്ങളെ ഭാഗ്യം. മനസ്സിലായില്ലേ. അത് മറ്റുള്ളവരെ കുറ്റം പറയാനോ അതിന് ആണായാലും ശരിയെന്ന് പെണ്ണായാലും ശരിയല്ല. മനസ്സിലായില്ലേ. അങ്ങനെ ഇപ്പം എൻ്റെ ഫ്രണ്ട് ഇതായിട്ടിരിക്കും. അതുകൊണ്ടിരിക്കും. അങ്ങനെ പിന്നെ ചിലവർ ആർത്തി മൂത്തവന്മാരുണ്ട്. എന്ന് വെച്ചാൽ സ്ത്രീധനത്തിന് വേണ്ടി കെട്ടണവന്മാരുണ്ട്. അതിൽ പെണ്ണിലും കാണും ആണിലും കാണും. മനസ്സിലായില്ലേ. അല്ലെങ്കിൽ ചിലവർ നിർബന്ധിച്ച് വീട്ടുകാർ അവന്മാർക്ക് വേണ്ട, എന്നാൽ സ്ത്രീധനം എടുക്കാൻ വേണ്ടി അവർക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളാണ്. അപ്പോൾ അത് നടത്താൻ വേണ്ടി ആണിലും കാണും പെണ്ണിലും കാണും. അതുകൊണ്ട് നമ്മൾ ഇനി കിട്ടിയില്ലെന്നേ ഉള്ളൂ. അങ്ങനത്തെ ഒരു തന്നെ നിങ്ങൾ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് വല്ല പടുകുഴിയിൽ ചെന്ന് വീഴാനൊന്നുമല്ല. അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാലും മതി. നിങ്ങൾ ഇഷ്ടപ്പെട്ട ദൈവത്തിനോട് പ്രാർത്ഥിച്ചാലും മതി. നല്ലൊരു അല്ലെങ്കിൽ നല്ലൊരു കൂട്ടുകാരനെ കിട്ടണം, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി കിട്ടണമെന്നും പറഞ്ഞു കേട്ടോ. മനസ്സിലായില്ലേ.
അപ്പം ഞാനിത് പറയുന്നത് അല്ലെങ്കിൽ പറയണത് ഇനിയുള്ളവരുടെ കാര്യം അങ്ങനെ നിങ്ങൾ വിവാഹം കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ഒരാവശ്യവും ഇല്ല. മനസ്സിലായില്ലേ? ആവശ്യമില്ല. ചിലവർക്ക് ആ ഒരു ഇതായിരിക്കാം അങ്ങനെ. ഞാനും വിചാരിച്ചു അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാനും വിചാരിച്ചത്. ചില ആളിൽ പെണ്ണിലും കാണുന്ന വിവാഹത്തിൽ എന്തെങ്കിലും ഒരു ആൾക്കാരാണ് അങ്ങനെയാണ് ഈ ഇതായിട്ട് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ളവർ എങ്ങനെയെങ്കിലും ഇതായി നടന്നാലും അതിനെക്കാട്ടി ഇരട്ടിയായിരിക്കും. അതിന് ചില ആണും കാണും പെണ്ണും കാണും. അത് ചേർത്തൊരു ഉദാഹരണമായിരിക്കാം നമ്മളൊക്കെ എന്നും പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു കൂട്ട് വേണം. ഇല്ലെന്ന് ഒരിക്കലും പറയാം. ആണായാലും പെണ്ണായാലും. പക്ഷേ തിരഞ്ഞെടുക്കുമ്പോൾ ഏതെങ്കിലും നല്ലത് ഈ കാലത്ത് അത് പ്രാർത്ഥിച്ചാൽ മതി. എവിടെയെങ്കിലും ആണായാലും പെണ്ണായാലും എന്നും പണ്ട് ഒരബദ്ധത്തിൽ ചെന്ന് പെടരുത്. അതെനിക്ക് പറയണ്ട. എന്ന് വെച്ചാൽ എനിക്കൊരു സഹോദരൻ നിൽക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ആണായാലും പെണ്ണായാലും പറയുകയാണ്. നമ്മൾ ഈ കളങ്കാവലുണ്ടല്ലേ സിനിമ, അതെ. പക്ഷേ ഇപ്പോഴത്തെ നമ്മളെ കേരള പോലീസിൻ്റെ ഇതുകൊണ്ടാണ്. അല്ലെങ്കിൽ പലതും ഇങ്ങനെ നടന്നേനെ. അപ്പം അതുകൊണ്ട് ചിലർ കുറ്റം പറയുന്നെങ്കിലും ഞാൻ പറയാമല്ലോ, ചില ആൾക്കാർ ഇപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് അവരുടെയൊക്കെ ഇതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. അപ്പം അത് ആണിലും കാണും പെണ്ണിലും കാണും. മനസ്സിലായില്ലേ? പിന്നെ ഒരു കാര്യം, അത് അവരുടെ സ്വഭാവം കൂടെ അതായിരിക്കണം. മനസ്സിലായില്ലേ? ചിലവർ ക്രിമിനൽ സ്വഭാവമായിരിക്കും. എന്ന് വെച്ചാൽ നല്ല പിള്ളേർ, എന്നിട്ട് നല്ല പിള്ളേർ, അത് ആണിലും കാണും പെണ്ണിലും കാണും. പിന്നെ അപ്പം അതുകൊണ്ട് സ്നേഹിക്കണമൊക്കെ കൊള്ളാം. നല്ലതൊക്കെ നോക്കി തിരഞ്ഞെടുത്ത് എവിടെയെങ്കിലും കാണും, പ്രാർത്ഥിച്ചാൽ മതി. എവിടെയെങ്കിലും നമുക്ക് എനിക്കൊരു ഉണ്ടെങ്കിൽ ഇന്ന് ഒട്ടും വയ്യാത്തതുകൊണ്ടാണ് ഞാൻ പോയത് ആശുപത്രി, അല്ലെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു. എന്ന് വെച്ചാൽ വൈകിട്ടാകുമ്പോഴേ എനിക്ക് തന്നെ മനസ്സിലായി, എനിക്ക് ഈ അസുഖം വന്നാൽ എനിക്ക് ഭയങ്കര ഇതാണ്. അങ്ങനത്തെ കാര്യം ഞാൻ പറഞ്ഞത്. ഞാൻ ഹാപ്പിയാണ്. എന്നാലും നിങ്ങൾ ഓരോ ആണായാലും പെണ്ണായാലും ഫ്രണ്ട്സിനെ നോക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടും ചെയ്യുക, അത്രേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ ഒരു കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട് വിഷമിച്ച് കിടക്കേണ്ട ഒരാവശ്യമില്ല. നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക എന്നാ. ഞാൻ കണ്ടില്ലേ എന്താണ് എൻ്റെ ഇതിൽ കടൽ പോലെ പ്രശ്നങ്ങളുണ്ടെന്ന് വെച്ചാൽ ഞാൻ എന്തുകൊണ്ട് മനസ്സിലായ? അതാണ് നമ്മൾ അങ്ങനെ ഇരിക്കണം. മനസ്സിലായില്ലേ? നമ്മൾ എന്തിനാണ് മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ വേണ്ടാത്ത നമുക്ക് വേണ്ട, നമ്മളെ വേണ്ടാത്തവർക്ക് നമുക്ക് വേണ്ട. മനസ്സിലായില്ലേ? അങ്ങനെ അല്ലേ? പിന്നെ സ്നേഹിക്കണവരാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കുന്ന അങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ മാത്രം. പിന്നെ എന്നാ ശരി. ഞാൻ ഇത്തിരി ചായ ഇട്ട് കുടിക്കട്ടെ. തൊണ്ട ഭയങ്കരമാണ്. ഞാൻ എപ്പോഴേ വരാണ്ടേന്ന് അറിയാമോ? എന്നാ ബൈ.